നിങ്ങളുടെ ഹെൽത്ത് ക്ലബിലോ ജിമ്മിലോ പോയിട്ട് ചുമ്മാ കയ്യും കാലിട്ട് നിളക്കി കഴുത്തൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് 10 പുഷപ്സും 10 പുള്ളപ്പും അടിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഇത്ര മതിയോ എന്നൊക്കെ നോക്കിയിട്ട് അത് ഒരുമാതിരി കുതിരവട്ടം പപ്പു ഏതോ ഒരു ഫിലിമിൽ പൈസ തൂക്കി നോക്കുന്നുണ്ട് ഇങ്ങനെ. അതുപോലെ മസിൽസ് തൊട്ട് നോക്കിയിട്ട് വാമായോ എന്ന് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറേ കാലമായി വർക്കൗട്ട് ചെയ്യുന്നു, എനിക്ക് ബോഡീൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ബോഡി ബിൽഡറാണ് എന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാമപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കുറേ ഇത് കണ്ടതായി, ഈ വാമപ്പൊക്കെ എന്താ ഉണ്ടായ മോനെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വാമപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രൊഫഷണൽസ് അവരുടേതായ സ്റ്റൈലിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ സയൻറ്റിഫിക് വേർഡ്സ് ഉപയോഗിച്ചതുകൊണ്ടാണ്. ബിസിനസ്സിൽ ഏതൊരു ചെറിയ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ടുണ്ടാവും. ചെറിയൊരു സബ്ജക്റ്റ് മതി 1 മണിക്കൂർ നേരം നമുക്ക് സംസാരിക്കാനായിട്ടുള്ളതുണ്ടാവും. പക്ഷെ അത്രയും നേരം ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമുക്ക് ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് എന്താണ് വാമപ്പ്, വാമപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയാം. പ്രിവെൻറ്റ് ഇഞ്ചുറി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതാണ് മസിൽസിൽ ആക്ടിവേറ്റ് ആവുന്നത്, മസിൽസ് എന്ത് സംഭവിക്കുന്നു, ബ്ലഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഹൈ ആയിരിക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അവസ്ഥയ്ക്ക് നമ്മളൊരു കോൾഡ് മസിൽസ് അല്ലെങ്കിൽ മസിൽസ് തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ആ സമയത്ത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളൊരു ഇൻറ്റൻസിറ്റി വർക്കൗട്ടോ അല്ലെങ്കിൽ ഒരു ലോഡ് ലിഫ്റ്റിംഗ് വർക്കൗട്ട് എന്ന് വേണമെന്നില്ല, നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മസിൽസിന് ഇഞ്ചുറി വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ മസിൽസ് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കില്ല, മസിൽസ് തയ്യാറായിരിക്കില്ല. മസിൽസ് തയ്യാറല്ലാതെ നമ്മളത് എടുത്ത് പൊക്കാനായിട്ട് ശ്രമിച്ചാൽ മസിൽസിന് അത് ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഒന്നാമത്തെ കാര്യം. സിമ്പിളായിട്ട് രണ്ടാമത്തെ കാര്യം, ന്യൂറോ മസ്കുലർ ആക്ടിവേഷൻ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ സംഭവം ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് പൊന്തിക്കാനായിട്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു എക്സാമ്പിളായിട്ട് നിലത്തൊരു കല്ല് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അതിന് തൊട്ടടുത്തൊരു പേപ്പർ കിടക്കുന്നുണ്ടെന്നും കൂടി വിചാരിക്കുക. അപ്പോൾ ഈ കല്ലെടുത്ത് പൊന്തിക്കണമെങ്കിലും പേപ്പർ എടുക്കണമെങ്കിലും എൻ്റെ അടുത്ത് സിഗ്നൽസ് തരുന്നത് ആരാ? ബ്രെയിൻ. എൻ്റെ ബ്രെയിനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, മോനെ നീ ആ കല്ലെടുത്ത് പൊന്തിക്കി എന്ന്, അല്ലെങ്കിൽ നീ ആ പേപ്പർ എടുക്കുക എന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കല്ലെടുക്കാനായിട്ട് എനിക്ക് സിഗ്നൽ തരുന്നത് എൻ്റെ ബ്രെയിന് എൻ്റെ കാലിനോടോ എൻ്റെ വായോടോ അല്ല പറയുന്നത്, എൻ്റെ കൈയിനോടാണ് പറയുന്നത്. കാരണം ഞാൻ കൈ ഉപയോഗിച്ചാണ് അത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 10 കിലോ വരെ കിടക്കുന്ന ഒരു കല്ലാണെങ്കിലും, എക്സാമ്പിൾ 10 കിലോ ആണെന്ന് വിചാരിക്കുക കല്ല്, ഒരു പേപ്പർ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കല്ലെടുക്കാനായിട്ട് എൻ്റെ ബ്രെയിൻ എൻ്റെ കൈക്ക് തരുന്ന സിഗ്നൽസും ഈ പേപ്പർ എടുക്കാനായിട്ട് എൻ്റെ ബ്രെയിൻ എൻ്റെ കൈക്ക് തരുന്ന സിഗ്നൽസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പേപ്പർ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് പോയിട്ട് ആ പേപ്പർ കൂളായിട്ട് എടുക്കാം. അതേ ലാഘവത്തോടു കൂടി നമ്മൾ ഈ 10 കിലോയുടെ ഈ കല്ലെടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഇഞ്ചുറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെയിൻ ഒരു സിഗ്നൽസ് പാസ് ചെയ്യും. ഈ സിഗ്നൽസ് എൻ്റെ കയ്യിലേക്ക് വരുന്നത് ഈ സിസ്റ്റത്തിലൂടെയാണ്. ഈ സിസ്റ്റത്തിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ മസ്കുലർ ആക്ടിവേഷൻ. ഇത് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10 കിലോ എടുത്ത് പൊന്തിക്കാൻ നേരത്ത് കൈ എന്തായാലും ഉളുക്കും. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മുടെ തലച്ചോറ് നമ്മുടെ കൈക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സംഭവിച്ചിരിക്കും. നിങ്ങൾ നോർമലി ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, സാധാരണഗതിയിൽ നിലത്ത് കിടക്കുന്ന ഒരു കല്ല് നമ്മൾ വാമപ്പ് ചെയ്തിട്ടാണോ എടുക്കുന്നത്? അല്ല, നമ്മൾ സാധാരണ നിലത്ത് കിടക്കുന്ന ഒരു കല്ല് വാമപ്പ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കല്ലാണെങ്കിൽ നമ്മൾ വാമപ്പൊന്നും ചെയ്യാതെ കൂളായിട്ട് എടുക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ കല്ല് എടുത്ത് പൊന്തിച്ചു താഴെ വെച്ചു അങ്ങനെ കളിക്കുന്ന സമയത്ത് കളി മാറും. നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന സംഭവം എന്താണ്? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പറഞ്ഞ ഈ ഒരു സംഭവം പോരാ, സിഗ്നൽ പോരാ, കുറച്ചുകൂടി സിഗ്നൽ കൂടുതൽ ആക്ടിവേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ സെറ്റ് ബൈ സെറ്റ് നമ്മൾ വെയിറ്റ് കൂട്ടുന്ന സമയത്ത് ഒക്കെ നമുക്ക് വെയിറ്റ് പൊന്തുള്ളൂ. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ പലപ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച വരെ പോയ വെയിറ്റ് എനിക്ക് ഇന്ന് പോകുന്നില്ല, എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല.
എന്തോ ഒരു സുഖം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫീൽ കിട്ടുന്നില്ല, ടൈറ്റ് ആവുന്നില്ല, എഫക്റ്റ് ആവുന്നില്ല, ഞാൻ നിർത്തുകയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട. സംഭവം ഇതാണ്, നിങ്ങളുടെ ബ്രെയിൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. വാമപ്പ് ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർ നമ്മളൊരു മസിൽസിന് വേണ്ടി മാത്രമായിട്ട് വാമപ്പ് ചെയ്യും. ചെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുഷപ്പ് ചെയ്തിട്ട് വാമപ്പ് ചെയ്യും, അല്ലേ? ലാറ്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ പുള്ളപ്പ് ചെയ്തിട്ട് വാമപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെയിനോട് പറയാണ്, ബ്രെയിനെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഇതാണ്, സപ്പോർട്ട് ചെയ്തേക്കണേ എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിനെ അറിയിക്കുകയാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത് കൂടെ. നമ്മൾ ചെയ്യുന്ന വഴി നമ്മൾ അത് അറിയിക്കുകയാണ്. അത് അറിഞ്ഞിട്ടില്ല, ബ്രെയിൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഇങ്ങനെ പൊട്ടം കടിച്ചാലും നിൽക്കും. എന്താ ഇപ്പം ചെങ്ങായി ചെയ്യണത്? ബ്രെയിനിന് അറിയില്ല. അങ്ങനെ അറിഞ്ഞാലല്ലേ ബ്രെയിൻ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്യാനും ഒക്കെ ബ്രെയിൻ ശ്രമിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇങ്ങനെ ചുമ്മാ നിൽക്കുകയുള്ളൂ. നമുക്കൊരു ആക്ടിവേഷനും ആവില്ല, നമ്മൾ മസിൽസ് ഡെവലപ്പ് ആവില്ല, നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യില്ല, ഒരു എഫക്റ്റ് ഫീൽ ചെയ്യില്ല, നമ്മൾ വർക്കൗട്ട് നിർത്തും. അതുകൊണ്ട് വാമപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇമ്പോർട്ടൻസ് ഈ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് മസിൽസ് പ്രിപ്പറേഷനും, രണ്ടാമത്തെ കാര്യം ഈ ന്യൂറോ മസ്കുലർ ആക്ടിവേഷനും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മസിൽസ് മാത്രം പമ്പ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ വാം ചെയ്താൽ പോരെ എന്ന്. പോരാ. നമ്മളിപ്പോൾ ചെസ്റ്റ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെസ്റ്റ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മളത് ചെയ്യുന്നത് നമ്മൾ റിസ്റ്റ്, നമ്മളെ എൽബോസ്, നമ്മുടെ ട്രൈസെപ്സ് മസിൽസ്, നമ്മുടെ ഫോർ ആംസ്, നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡ്, അതായത് ആൻറ്റീരിയർ ഡെൽറ്റോയിഡ് എന്നീ ഇത്രയും മസിൽസുകളും കൂടി അതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇത്രയും മസിൽസ് കൂടി ആക്ടിവേറ്റ് ആകുന്നിരിക്കുക നമ്മൾ ചെസ്റ്റ് മാത്രം പമ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ കോർ മസിൽസ്, നമ്മൾ ലെഗ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര മസിൽസ് ആക്ടിവേറ്റ് ആവേണ്ടത് ഒരു കോമ്പൗണ്ട് എക്സസൈസ് ആണ്. ഞാനിപ്പോൾ ചുമ്മാ അവിടെ നിൽക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഹാർട്ട് റേറ്റ് 70 ആണെന്ന് വിചാരിക്കുക, 70 ഹാർട്ട് റേറ്റ് പെർ മിനിറ്റ് ആണെന്ന് വിചാരിക്കുക, ബീറ്റ് പെർ മിനിറ്റ്. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? എൻ്റെ മസിലിന് എനർജി വേണം. ഏത് മസിലിന്? എൻ്റെ കൈക്കല്ല. അപ്പം എൻ്റെ എനർജി വേണ്ടത് എൻ്റെ കാൽ മസിലിനാണ്, ലെഗ് മസിൽസിനാണ്. ഈ ലെഗ് മസിൽസിന് എനർജി കിട്ടുക എവിടെ നിന്നാണ്? ബ്ലഡിൽ നിന്ന്. നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത് ആരാ? ബ്ലഡാണ്. നമ്മുടെ ബ്ലഡാണ് ഈ സർക്കുലേഷൻ ചെയ്തിട്ട് എല്ലാ മസിൽസിലേക്കും കൊണ്ടുപോയിട്ട് ന്യൂട്രിയൻസ് എത്തിക്കുന്നത്. അതാദ്യം അറിഞ്ഞിരിക്കണം. അതറിയാത്തവർക്ക് ഇപ്പോഴെങ്കിലും അറിയാം. നമ്മുടെ ബ്ലഡാണ് നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഓരോ മസിൽസിലും കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെഗിലേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. എനർജി കൂടാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് 2 പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റ്. ഒന്ന് ഹീറ്റ് എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ അറിയാലോ. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ അടുത്ത് കയ്യിലൊരു ഹോസ് ഉണ്ട്. ഈ ഹോസ് നിങ്ങളുടെ വെയിനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പ് നിങ്ങളുടെ ഹാർട്ടാണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് ഇതിനുള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഹോസ് ചൂടാവും. വെള്ളം ഈ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ചൂടാവും. സെയിം സിറ്റുവേഷൻ. ചൂടാവുന്നത് മാത്രമല്ല, നമ്മൾ കൂടുതൽ ഫോഴ്സിൽ പൈപ്പ് തുറന്നാൽ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സിൽ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ വെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം കൂടുതൽ ബ്ലഡ് വരുന്നതോടുകൂടി ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഹീറ്റ് ആവും. രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് വാട്ടർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്വെറ്റ് ചെയ്യും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. ഇത് രണ്ടും നമ്മൾ ഏതൊരു മസിലിലേക്ക് നമ്മൾ എനർജി പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണെന്നിരിക്കെ നിങ്ങൾ ഒരു മസിൽ ഗ്രൂപ്പ് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ഇഞ്ചുറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ മസിൽസും ഒരുപോലെ നമ്മൾ വാം ചെയ്യണം. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും. ബ്ലഡ് സർക്കുലേഷൻ, ഈ പ്രിവെൻറ്റ് ഇഞ്ചുറി ഒക്കെ എന്താണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് വാംപ്പ് ചെയ്യണം എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും മനസ്സിലാവും. വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, എനിക്ക് ഇതിൻ്റെ അകത്ത് മലയാളം കൂടുതൽ പറയാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ചില വേർഡ്സിലൊന്നും മലയാളം കിട്ടാനായിട്ടില്ല. മലയാളം പറഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ് പല വേർഡ്സും ഞാൻ ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതൊരു വീഡിയോൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ആളാണ്, ഫുള്ള് ഇംഗ്ലീഷ് ആണെന്നും മനസ്സിലാവണില്ല. എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഇംഗ്ലീഷ് അതിൻ്റെ വേർഡ് അറിയാത്തതുകൊണ്ടാണ് ഞാനത് വേർഡ് ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ മലയാളം അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ സഹകരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരും. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, വെയിറ്റ് ഗെയിനെ കുറിച്ച് ചോദിച്ചിട്ടും അല്ലാതെയും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഒരാൾക്ക് ഒരു 10-60 പേര് ഒരുമിച്ച് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഒരാളെടുത്ത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വേറെ ആളെടുത്ത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ ആൾ വന്നിട്ട് എന്താണ് നിങ്ങൾ എനിക്ക് വർക്കൗട്ട് തരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ചാറ്റ് മൊത്തം വീണ്ടും വായിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതെന്താ, ഞാനത് ആലോചിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ എപ്പോഴാണ് ഞാൻ ശരിക്കും അത് അനുഭവിക്കുന്നത്.
എനിക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ലേറ്റ് ആവുന്നതും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വർക്കൗട്ട് ചാർട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഡിലേ ആവുന്നത് ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. കാരണം നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും താഴോട്ട് പോവുകയാണ് അടുത്ത ആൾ മെസ്സേജ് അയക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്കറിയില്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത്, ഇതേ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അതെനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് 500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം 5000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തും. എല്ലാവർക്കും താങ്ക്സ്. എന്തായാലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് വീഡിയോ നന്നായെന്ന് പറഞ്ഞിട്ട് ഇനിയും സപ്പോർട്ട് കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ റെഡ് കളറിൽ, അത് അറിയാത്തവർക്ക് പറയുകയാണ്, റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.